എല്ലാവർക്കും നമസ്കാരം. ഈ ലൈനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് വരാൻ പോകുന്ന സിവിൽ എക്സൈസ് ഓഫീസർ, അതേപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ, നാളെ നടക്കാൻ പോകുന്ന വുമൺ എക്സൈസ് എന്നീ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് സമയം കളയേണ്ട, നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ദേ വരുന്നു. കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം എത്രയെന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ഏതാണ്? പ്രായം 23 വയസ്സ് എന്നുള്ളതാണ്. അപ്പോൾ പ്രധാന ഉത്തരം ഏതാണ്? 23 വയസ്സ്. അപ്പോൾ കേരളത്തിൽ മദ്യം വാങ്ങുവാനും മദ്യം വാങ്ങിച്ച് കഴിക്കുവാനും അനുവദീയമായിട്ടുള്ള പ്രായം എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് ഉത്തരം ചെല്ലണം? 23 വയസ്സുള്ള ഒരാൾക്കേ മദ്യപിക്കാൻ കഴിയത്തുള്ളൂ എന്നതാണ് ഉത്തരം. അടുത്ത് നോക്കുക, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത് അല്ലെങ്കിൽ ഓപ്ഷൻ ഏത് എന്നുള്ളത് കണ്ടെത്തുക എന്നാണ്. അപ്പോൾ ഒന്ന് നോക്കാം. ശരിയായ ഓപ്ഷനാണ് ശരിയായ ഓപ്ഷൻ. ജനുവരി 30 കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. അപ്പോൾ ഈ ചോദ്യം എന്ന് പറയുന്നത് ഡ്രൈ ഡേയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓർത്തിരിക്കണം, ഡ്രൈ ഡേ നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്നുള്ള ഒരു കാര്യമാണ്. നമ്മുടെ എക്സൈസ് ഡ്രൈവറിന്റെ ബാച്ചിലുള്ള ആൾക്കാർക്കെല്ലാം അറിയാം. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ആപ്പ് ത്രൂ ക്ലാസ്സുകളിൽ, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് വർക്കും ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ലൈവ് സെഷനിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഈ ക്ലാസ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം. കേരളത്തിലെ ഡ്രൈ ഡേയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണിത്. ചോദ്യം ഇതാണ്: താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ ഓപ്ഷൻ ഏത്? ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ്. അപ്പോൾ ജനുവരി 30 കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ജനുവരി 30 അടഞ്ഞു കിടക്കണം. ലോക ആരോഗ്യ ദിനമായ ഏപ്രിൽ 7 കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. അങ്ങനെ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ആരോഗ്യ ദിനം നമ്മൾ പഠിച്ചിട്ടില്ല. തെറ്റാണ്. അപ്പൊ ശരിയല്ല, അത് തെറ്റാണ്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 ഡേറ്റോട് ഓർത്തിരുന്നോളാം. ജൂൺ 26 കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. ശരിയാണോ തെറ്റാണോ? ശരിയാണ് കേട്ടോ, ശരിയാണ്. അടുത്തത് ദുഃഖവെള്ളി. നമ്മൾ എടുത്തു പഠിച്ച ഒരു ദിനമാണ് ദുഃഖവെള്ളി. ഡ്രൈ ഡേ ആണ്. ദുഃഖവെള്ളി ദിവസത്തിൽ കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. അപ്പോൾ പ്രസ്താവന ഏതൊക്കെയാണ്? 1, 3, 4. അപ്പോൾ അത് ഓപ്ഷനിൽ കിടപ്പുണ്ട്. 1, 3, 4 എന്നിവ ശരി എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഡ്രൈ ഡേയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാരും കൂടെ ഇത് പഠിച്ചു വെച്ചിട്ട് പോവുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിൽ വ്യാജമദ്യം നിർമ്മിക്കുന്നതിനും വിൽക്കുന്നതിനും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളാക്കി നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഇത് പ്രീവിയസ് ചോദ്യമാണ്. അപ്പോൾ ഈ നിയമം കേരളത്തിൽ നടപ്പിലാക്കുന്നത് 1996 എന്നാൽ ഈ നിയമം നിലവിൽ വരുന്നത് 97 എന്നാണ് അന്ന് PSC ആൻസർ കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ ഈ 97 ഇത് പ്രാബല്യത്തിൽ വരുന്നത് എന്നുള്ള കാര്യം പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. NDPS ആക്ട് നമ്മുടെ പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. NDPS ആക്ട് 1985 ബാധകമായ പ്രദേശം അല്ലെങ്കിൽ ഈ ഒരു ആക്ടിന്റെ NDPS ആക്ടിന്റെ ജുഡിസിഷൻ, അതിന്റെ വകുപ്പ് അല്ലെങ്കിൽ വ്യാപ്തി എവിടെ വരെ എന്ന് നമ്മൾ എടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് ഇതെല്ലാം പറഞ്ഞ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. നമുക്ക് നോക്കാം. കേരളം മാത്രം ശരിയോ തെറ്റോ? തെറ്റല്ലേ. കേരളം മാത്രമാണോ? അല്ല, തെറ്റ്. ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങൾ ശരിയാണോ? ശരിയാണ്. അടുത്തത് ജമ്മു ആൻഡ് കാശ്മീർ ഒഴികെയുള്ള ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾ. തെറ്റ്. ഇന്ത്യ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ എവിടെയെങ്കിലും പോണോ? ബാക്കിയുള്ള ഓപ്ഷൻ നോക്കണോ? വേണ്ട. ശരിയായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടി. ഏതാണ്? ബി ആണ്. ഓപ്ഷൻ ബി. ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളും ഈ പറയുന്ന NDPS ആക്ടിന്റെ പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ ഒരു നിയമത്തിന്റെ കീഴിൽ വരുന്നുണ്ട്, അതിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2 കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കുന്ന ശിക്ഷ. അപ്പോൾ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം നമുക്ക് ലൈസൻസോട് കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വളർത്താൻ കഴിയത്തുള്ളൂ. ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് നട്ടു വളർത്താൻ കഴിയുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ ക്ലാസ്സിൽ ഇരുന്ന ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് അറിയാം. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഈ ഉത്തരം പഠിച്ചു വെക്കുക. 2 വർഷം വരെ തടവും 25,000 രൂപ പിഴയും. തെറ്റാണ്. അങ്ങനെയല്ല. അപ്പോൾ അടുത്ത് നോക്കാം. 1 വർഷം വരെ തടവും 10,000 രൂപ പിഴയും. തെറ്റാണ്. ദേ കിടക്കുന്നു. ഇതാണ് ശരിയായിട്ടുള്ളത്. നിരോധിച്ചതാണ്. ലൈസൻസ് ഇല്ലാതെ ഒരാൾക്കും ഈ കഞ്ചാവ് നട്ടു വളർത്താനുള്ള അനുവാദമില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കും എന്ന് ഓർത്തിരുന്നോണം. അപ്പോൾ ഓർത്തിരിക്കുക, 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ഇവരുടെ ഈ 2 അല്ലെങ്കിൽ കഞ്ചാവ് ചെടി നട്ടു വളർത്തുന്ന ഒരാൾക്ക് കിട്ടുന്ന ശിക്ഷയായിട്ട് പറയുന്നത്. വേറെ ഒന്നും നോക്കണ്ട. 10 വർഷം ഒന്ന് തന്നെ കിട്ടണം. കഞ്ചാവ് നട്ടു വളർത്തി 10 വർഷം 1
2,00,000 പിഴ ഓർത്ത് വെച്ചേക്കുക. അടുത്ത ചോദ്യം എന്തോയി കിടക്കുന്നു? മീഥൈൽ ആൽക്കഹോളിന്റെ കെമിക്കൽ ഫോർമുല CH3OH ആണ്. OH ആൽക്കഹോൾ വരുമ്പോൾ എല്ലാം അതെന്ത് ചെയ്യും? OH വരുമെന്ന് ഓർത്തിരിക്കുക. CH3OH ആണ് ആരുടെ? മീഥൈൽ ആൽക്കഹോളിന്റെ എന്ന് ഓർത്തിരിക്കണം. മീഥൈൽ ആൽക്കഹോളിന്റെ ഓർത്തിരിക്കുക. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫാണ്? ഇത് നമ്മുടെ ക്ലാസ്സിൽ ഞാൻ പ്രൂഫ് പഠിപ്പിച്ചതാണ്. പ്രൂഫ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഇത് നോക്കി എടുത്തു പറയുന്നുണ്ട്, 50 ലിറ്റർ എന്ന് എടുത്തു പറയുന്നുണ്ട്. 50 ലിറ്റർ നമ്മൾ പ്രൂഫ് കണ്ടെത്താനുള്ള വോളിയം ബൈ വോളിയം ഒക്കെ വെച്ച് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നോക്കുക, എത്രയാണ്? 37.5 ആണ്. അല്ലാതെ നമ്മൾ പഠിക്കുമ്പോൾ എത്രയാണെന്ന് നമ്മൾ പഠിക്കും, അത് വേറെ. ചോദ്യം ശ്രദ്ധിച്ചാൽ മതി. കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ പ്രൂഫ് എന്നാണ്. അപ്പോഴാണ് നമ്മൾ എത്രയിലേക്ക് പോയത്? 37.5 എന്നുള്ള ആൻസറിലേക്ക് ചെന്നത്. അപ്പോൾ അതും ഇതേ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കാം. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് ചട്ടങ്ങൾ പ്രകാരം അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്ത്? അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ 99% ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കുക. 99 ബന്ധപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. 5% വെള്ളവും അടങ്ങിയ ഈഥൈൽ ആൽക്കഹോൾ, തെറ്റ്. 2, 95% ഈഥൈൽ ആൽക്കഹോൾ, 95 3ഉം തെറ്റ്. 95 ആണ് വന്നത്. അടുത്ത നോക്കിയേ, 99.5%. ഓപ്ഷനകത്തിൽ 99 വന്നിരിക്കുന്നത് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. 99 കണ്ട, 99.5% ഈഥൈൽ ആൽക്കഹോൾ, എഥനോൾ. നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഈഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എഥനോൾ എന്നോർത്തിരിക്കണം. 0.5% വെള്ളവും. അപ്പോൾ 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വാട്ടർ, വെള്ളവും ചേർന്നതിനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് വിളിക്കുന്നത്. ഏതാണ്? അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പോൾ ഓർത്തു വെച്ചിരിക്കുക ഇത്രയും കാര്യങ്ങൾ. ഈ ഒരു അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് കേട്ടാൽ തന്നെ ഒറ്റയടി പൊക്കണം. 99 അന്ന് ചിന്തിച്ചോണം. 99. ബാക്കി എല്ലാ ഓപ്ഷനും വിട്ടുകളയാം. 99 എവിടെ ഉണ്ടോ അതിൽ പിടിക്കുക. പിന്നെ നോക്കുക, 0.5% ഈ പറയുന്ന വെള്ളവും കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. മനസ്സിലായെന്ന് കരുതുകയാണ്. അടുത്ത ചോദ്യം നോക്കി. കേരളത്തിലെ വിദേശ മദ്യ ഷോപ്പുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? വളരെ പ്രധാനപ്പെട്ട, ആദ്യം പഠിച്ച ഡ്രൈഡേ തന്നെയാണ്. ഡ്രൈഡേയുടെ ചോദ്യത്തിന്റെ പ്രാധാന്യം കണ്ടല്ലോ, വീണ്ടും വന്നിരിക്കുന്നു. ശരിയല്ലാത്തത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിനം വിദേശ മദ്യഷോപ്പുകൾ തുറന്നു പ്രവർത്തിക്കാം. ശരിയോ തെറ്റോ? ശരിയല്ലാത്തത് ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തതെന്നാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിവസം വിദേശ മദ്യഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാവോ? പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അത് തെറ്റായ പ്രസ്താവനയാണ്, ശരിയല്ലാത്തത് തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച ദിവസം വിദേശ മദ്യ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കുവാൻ പാടില്ല. അത് ശരിയായ പ്രസ്താവനയാണ്. മരണദിനവും അതേപോലെ തന്നെ ജനിച്ച ദിനവും അദ്ദേഹത്തിന്റെ ഈ 2 ദിനവും അവധിയുമാണ്, സംസ്ഥാന സർക്കാരിന്റെ അവധിയുമാണ്. മദ്യ ഷോപ്പുകളും തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല. അപ്പൊ അത് ശരിയായ പ്രസ്താവനയാണ്. അടുത്ത് നോക്കി, മഹാത്മാഗാന്ധി ജനിച്ച ദിവസം വിദേശ മദ്യ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാം. തെറ്റാണ് അല്ലെ? ഗാന്ധി ജയന്തി ഒക്ടോബർ 2 മദ്യ ഷോപ്പുകൾ അടച്ചു കിടക്കും. അത് ഡ്രൈ ഡേ ആണ്. അപ്പോൾ ആൻസർ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 3ഉം. എവിടെങ്കിലും ഉണ്ടോ? കിടക്കുന്നു. ഓപ്ഷൻ 1ഉം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബിക്കകത്ത് കിടക്കുന്നു 1ഉം 3ഉം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ചോദ്യത്തിന്റെ ഉത്തരം. അപ്പൊ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒന്നാണ്. വളരെ എളുപ്പം തന്നെ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ഭാഗം കൂടെയാണ് നമ്മുടെ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്സ്. അടുത്ത് നോക്കാം. കേരള സർക്കാർ സിവിൽ സപ്ലൈസ് വകുപ്പ് അല്ലെങ്കിൽ സിവിൽ വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നല്ല ചോദ്യമാണ്. രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ. ശരിയായിട്ടുള്ള ഉത്തരം ഇതാണ്. അപ്പോൾ പഠിച്ചു വെക്കുക. FL3 ആണ്. FL3 അംഗീകരിച്ച ടൂറിസം സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് ആണ്. ടൂറിസം സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസുകൾക്ക് രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ മദ്യം വിൽക്കാനുള്ള അധികാരമുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, FL1 ലൈസൻസുകൾ വളരെ പ്രധാനമാണ്.
കൃത്യമായിട്ട് പഠിച്ചോണം. ഇനിയും പഠിക്കാത്ത ആൾക്കാർ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സോഴ്സ് എന്താണോ അതുപയോഗിച്ച് ഇന്ന് തന്നെ ഈ FL1, FL3, FL9, FL11 ഇത്രയും പഠിച്ചിട്ട് തന്നെ പോകാം കേട്ടോ. ഇവിടുന്ന് ഒരു ചോദ്യം എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വിദേശ മദ്യം FL1 വിദേശ മദ്യ വിൽപ്പന സ്ഥാപനത്തിൽ നിന്നും ഒരാൾക്ക് ഒരു സമയം വില കൊടുത്തു വാങ്ങാവുന്ന വിദേശ മദ്യത്തിന്റെ കുറഞ്ഞ അളവ് എന്താണ്? FL1 എന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ? സീല് ചെയ്തിട്ടുള്ള കുപ്പികളിൽ മാത്രം മദ്യം വിൽക്കാൻ കഴിയുന്ന റീറ്റെയിൽ ഷോപ്പുകളെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? FL1 എന്ന് വിളിക്കുന്നത്. അതായത് ഈ മദ്യം ഷോപ്പുകളുടെ അടുത്തിരുന്ന് അല്ലെങ്കിൽ അതിനകത്തിലിരുന്നോ അത് പൊട്ടിച്ച് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലുള്ള മദ്യ ഷോപ്പുകളെയാണ് FL1 എന്ന് വിളിക്കുന്നത്. അപ്പോൾ FL1 വിദേശ മദ്യ ഷോപ്പിന് അവിടെ നിന്നും ഒരാൾക്ക് വാങ്ങാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ മദ്യത്തിന്റെ അളവ് അത് ഓപ്ഷൻ ഡി 180 മില്ലിയാണ്. എത്രയാണ്? 180 മില്ലി മദ്യമാണ് വാങ്ങാൻ കഴിയുന്നത്. അപ്പോൾ അത് ഓർത്തു വെച്ചിരിക്കുക. FL1 ലൈസൻസ് എന്താണെന്നും ഓർത്തു വെച്ചിരിക്കുക. അടുത്ത് നോക്കാം. താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് കോട്ട നിയമപ്രകാരം ശരിയായിട്ടുള്ളത്? അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. വളരെ എളുപ്പമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് കോട്ട ആക്ട്. നോക്കാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വാര ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടില്ല. ശരിയല്ലേ? ശരിയാണ്. 100 വാരം എന്ന് പറയുന്നത് തന്നെ ശ്രദ്ധിച്ചോണം. അടുത്തത് 18 വയസ്സ് തികയാത്ത ഒരാൾക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുത്. ശരിയാണ്. പുകയിലയുടെ കാര്യത്തിൽ വരുമ്പോൾ 18 വയസ്സാണ്, വിൽക്കരുത്. പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകാനോ പ്രസിദ്ധീകരിക്കാനോ പാടില്ല. ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ 3 ശരിയാണ്. അപ്പോൾ എന്ത്? ഡി ആണ്. മുകളിൽ പറഞ്ഞതെല്ലാം ശരി. 1, 2, 3 ശരിയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ കോട്ട് ആക്ട് വായിക്കാത്തവർ അല്ലെങ്കിൽ പഠിക്കാത്തവർ ഇന്ന് തന്നെ പഠിച്ചു നോക്കുക. അപ്പോൾ കോട്ട് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് 100 യാർഡ് സ്കൂളിന്റെ അടുത്തുനിന്ന് 100 യാർഡ് എന്നാണ് പറയുന്നത്. 100 യാർഡിനടുത്തുള്ള കടകളിൽ എന്ത് വിൽക്കാൻ പാടില്ല? പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല. അതേപോലെ തന്നെ പ്രായം 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഈ പറയുന്ന പുകയില വിൽക്കാൻ പാടില്ല. 18 വയസ്സാണ് ഇവിടുത്തെ എന്താണ് പ്രായം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യങ്ങളിൽ അവിടെ വരുമ്പോൾ ഞാൻ വാക്യം കൊണ്ടൊന്ന് വിശദീകരിച്ചു തരാം. ഇത്രയും കാര്യങ്ങൾ കിട്ടിയെന്ന് കരുതുകയാണ്. അടുത്ത പോയിന്റിലേക്ക് പോകാം. കോട്ട്പ നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യം പഠിച്ചു വെക്കുക, കണ്ണും കൂട്ടി അങ്ങ് പഠിച്ചു വെക്കുക. 30 ആണ് അതിന്റെ ആൻസർ. 30 റൂമിൽ കൂടുതൽ താമസിപ്പിക്കുവാൻ കഴിയുന്ന ഹോട്ടലുകളിൽ എന്ത് ചെയ്തിരിക്കണം? പ്രത്യേകമായിട്ട് സ്മോക്കിംഗ് ഏരിയ ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. എത്ര റൂമുകളിലാണ്? 30 റൂമുകളിൽ മുകളിൽ. കാണാതെ പഠിച്ചല്ലോ. അപ്പോൾ 30 റൂമുകൾക്ക് താഴെയുള്ള ഹോട്ടലുകളിൽ സ്മോക്കിംഗ് ഏരിയ വേണോ? വേണ്ട. അതെന്തായിട്ട് മാറും? അവിടെ പുകവലിക്കാൻ പാടില്ലാത്ത ഏരിയ ആയിട്ട് മാറും. അത് പബ്ലിക് സ്പേസ് ഒക്കെ ആയിട്ട് നമുക്ക് മാറ്റുകയും ചെയ്യാം. അതിനകത്ത് നമുക്ക് പറയുകയും ചെയ്യാം. ഓക്കെ ആണല്ലോ. അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കിയേ. പുകയില ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന ചിത്രമുന്നറിയിപ്പുകൾ ഒരു സിഗരറ്റിന്റെ പാക്കറ്റിന്റെ പുറത്തുള്ള സ്ഥലത്തിന്റെ എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കണം? നല്ല ചോദ്യമാണ്. ഒന്നും വേണ്ട, 85% വേണം. 85%, അതായത് ഒരു സിഗരറ്റിന്റെ പാക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പാക്കറ്റിന്റെ 85% എന്തായിരിക്കണം? ആ സിഗരറ്റ് ഉപയോഗിച്ചാലുള്ള ദൂഷ്യഫലങ്ങളെ പറ്റിയും അനന്തരഫലങ്ങളെ പറ്റിയും ഒക്കെ ആയിരിക്കണം ആ പറയുന്ന 85% ഉണ്ടായിരിക്കേണ്ടത്. അതെങ്ങനെയാണ്? ചിത്രങ്ങളായിരിക്കണം. അറിയാലോ, ചിത്രങ്ങൾ. എല്ലാവരും സിഗരറ്റിന്റെ പാക്കറ്റ് റോഡിലും അവിടെ ഇവിടെ കിടക്കുന്ന കണ്ടിട്ടുണ്ടായിരിക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും അത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ കഴിയും. ക്യാൻസർ പോലുള്ള അസുഖങ്ങളെ പറ്റിയുള്ള പടങ്ങൾ അതിന്റെ ഫ്രണ്ടിൽ കൊടുത്തേക്കാം. 85% ആ ചിത്രം ഉണ്ടായിരിക്കണം. ബാക്കി സ്ഥലത്ത് എഴുത്തുകളായിരിക്കണം. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിന്റെ അളവ്, ടാറിന്റെ അളവ്, ഇതിനെ പറ്റിയൊക്കെയുള്ള എഴുത്തായിരിക്കണം അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണെന്ന് കരുതുകയാണ്. അപ്പോൾ സിഗരറ്റിന്റെ പാക്കറ്റിൽ നൽകിയിരിക്കേണ്ട ചിത്ര മുന്നറിയിപ്പ് എത്രയാണെന്ന് നോക്കുക. ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന ചിത്ര മുന്നറിയിപ്പ് 85% ആ പാക്കറ്റിൽ ഉണ്ടായിരിക്കണം. അടുത്ത ചോദ്യം. കേരളത്തിൽ മദ്യവിമുക്തത്തിന് ഊന്നൽ നൽകിയും ലഹരി മരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരി വിമുക്ത മിഷൻ എല്ലാവർക്കും അറിയാം. 2016 കൊണ്ടുവന്ന വിമുക്തി എല്ലാവരും കേട്ടിട്ടുണ്ട്. വിമുക്തി എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂടുതൽ പഠിക്കുകയും പറയുകയും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എല്ലാവർക്കും അത് പഠിച്ചു വെച്ചേക്കാണ്. വിമുക്തിയാണ്, അതെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 47 ബന്ധപ്പെട്ട് അല്ലെ, മദ്യനിരോധനം ആർട്ടിക്കിൾ 47 ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായ പ്രസ്താവന? ശരിയായ പ്രസ്താവനയാണ് ആരോഗ്യത്തിന് ഹാനികരമായ ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കും. ശരിയോ തെറ്റോ? ശരിയാണ് കേട്ടോ. അപ്പോൾ അത് ആ ഓപ്ഷൻ ശരിയാണ്. ആരോഗ്യത്തിന് ഹാനികരമായ ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെ ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ കഴിയും.
ആരോഗ്യത്തിന് ഹാനികരമായ ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെ ഉപയോഗം സർക്കാരിന് നിരോധിക്കുവാൻ സാധിക്കത്തില്ല. ആരോഗ്യത്തിന് ഹാനികരമായ ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കില്ല. മദ്യനിരോധനം ഏർപ്പെടുത്തുവാൻ സർക്കാരിന് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ സാധിക്കുമെന്ന് എഴുതിയപ്പോൾ ഇത് സാധിക്കത്തില്ലെന്നുള്ള തെറ്റാണെന്ന് നമുക്കറിയാം. അപ്പോൾ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? മദ്യം നിരോധിക്കാൻ പറ്റും. ഗുജറാത്ത് സ്റ്റേറ്റ് ഓർത്തു വെച്ചാൽ മതി. സംസ്ഥാനം രൂപീകരിച്ച കാലം മുതൽ എന്തില്ല? മദ്യമില്ലാത്ത സ്റ്റേറ്റ് ആണ്. അപ്പോൾ സർക്കാരിന് നമ്മുടെ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? മദ്യം നിരോധിക്കാനുള്ള ഒരു അവകാശമുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തു വെച്ചിരിക്കും. അപ്പോൾ ശരിയായിട്ടുള്ളത് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ്. ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം. മനസ്സിലായെന്ന് കരുതുകയാണ്. എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുകയാണ്. അടുത്ത നോക്കിയേ, IT ആക്ട് നമുക്ക് 2 മാർക്ക് തരുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ട് ആണ് IT ആക്ട്. IT ആക്ട് 2000 സെക്ഷൻ 43A പ്രകാരം താഴെ പറയുന്നതിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്? ഇപ്പോഴത്തെ ബീറ്റ് ഫോറസ്റ്റിന്റെ പരീക്ഷ കഴിഞ്ഞപ്പോൾ ആ പരീക്ഷയ്ക്കും ഇങ്ങനൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഓർത്തു വെച്ചിരിക്കുക. കമ്പനി, പാർട്ട്ണർഷിപ്പ് സ്ഥാപനം, വ്യക്തി ആരാണോ അവർ 3 പേരും ഇത് കൊടുക്കേണ്ടതാണെന്ന് ഓർത്തിരിക്കുക. ഓപ്ഷൻ ഡി 1, 2, 3 1, 2, 3 എന്ത് ചെയ്യാണ്? ശരിയാണ്. അപ്പോൾ ഓർത്തിരിക്കുക. IT ആക്ട് 2043A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കുവാൻ ബാധ്യസ്ഥനെന്ന് ചോദിച്ചാൽ 1ഉം 2ഉം 3ഉം ഉള്ള ആൾക്കാർ, ഇവർ 3 പേരും ഇതിന് അർഹനാണ്. ഓർത്തു വെച്ചിരിക്കുക. അതായത് നമ്മുടെ ഇത് ഡേറ്റാസിനെ പറ്റിയുള്ള ഒരു ആക്ടാണ്. IT ആക്ട് 2000 സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ മനഃപൂർവ്വമല്ലാതെയോ അറിഞ്ഞുകൂടാതെയോ ചെയ്യുകയാണെങ്കിൽ, അറിയാതെ ഒരു സോഴ്സ് കോഡിലേക്ക് പ്രവർത്തിക്കുക, കയറുകയോ അതിനെന്തെങ്കിലും നാശം വരുത്തുകയോ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും കേടുപാടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ, അത് അറിയാതെയാണ് ചെയ്തതെങ്കിൽ അങ്ങനെയുള്ള ആൾക്ക് ലഭിക്കാവുന്ന കുറ്റം എന്താണെന്ന് നോക്കാം. അങ്ങനെയുള്ള ആൾക്ക് ഈ മുകളിൽ പറഞ്ഞ ഒരു കുറ്റവും ലഭിക്കത്തില്ല. നോക്കുക, 1 വർഷം, 2 വർഷം, 3 വർഷം ഇതൊന്നും കിട്ടത്തില്ല എന്ന കാര്യം ഓർത്തു വെച്ചിരിക്കുക. മനഃപൂർവ്വമല്ലെന്നുള്ള ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നു. അടുത്ത ചോദ്യം, അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വായിച്ചപ്പോൾ നിങ്ങളൊന്ന് ഓപ്ഷൻ വായിച്ചു നോക്കുക. ഈ ഓപ്ഷൻ വായിച്ചപ്പോൾ ഏറ്റവും കൃത്യമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷനിലാണ് ഞാൻ മാർക്ക് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ആൻസർ കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല നമുക്ക് പഠിക്കേണ്ടത്. കേരളത്തിന്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്കോ രാജ്യത്തേക്കോ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തേക്കോ മദ്യം കയറ്റുമതി ചെയ്യുന്നത്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനന്ന് ആൻസർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ആൻസർ കണ്ടില്ല. അപ്പോൾ ഇതാണ് കേരളത്തിന്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്കോ അതേപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശത്തേക്കോ മദ്യം കടത്തുന്നതിനെയാണ് ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. വേറൊരു രീതിയിലും കൂടെ അതിനെ നിർവചിക്കുന്നുണ്ട്. കേരള സംസ്ഥാനത്തിന്റെ അതിർത്തിക്കുള്ളിൽ, അതായത് ഒരു സംസ്ഥാനത്തിന്റെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ അതിർത്തിയിലൂടെ വേറൊരു സംസ്ഥാനത്തേക്കോ സാധനങ്ങൾ അല്ലെങ്കിൽ മദ്യം പോലുള്ള സാധനങ്ങൾ കടത്തിക്കൊണ്ട് പോകുന്നതിനെയാണ് ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് കേട്ട് വെച്ചേക്കുക. ഓപ്ഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുവാണെങ്കിൽ മാത്രം അതിന് ആൻസർ ചെയ്യുക. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, നമ്മുടെ സംസ്ഥാനത്തിനുള്ളിൽ നിന്നും സംസ്ഥാനത്തിന്റെ അകത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്കോ വേറൊരു സംസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ അതിർത്തിയിലൂടെ വേറൊരു സംസ്ഥാനത്തേക്കോ വേറൊരു രാജ്യത്തേക്കോ കേന്ദ്രഭരണ പ്രദേശത്തേക്കോ സാധനങ്ങൾ മദ്യം കടത്തിക്കൊണ്ട് പോകുന്നതിനെ നമ്മൾ ട്രാൻസിറ്റ് എന്ന് വിളിക്കുന്നു എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കും. ഉദാഹരണം, മാഹിയിൽ നിന്നും കേരളത്തിലേക്ക് മദ്യം കൊണ്ടുവരുന്നു അല്ലെങ്കിൽ കടത്തിക്കൊണ്ടുവരുന്നു ട്രാൻസിറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ അത് പഠിച്ചു വെച്ചേക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങുവാനും ഉപയോഗിക്കുവാനുമുള്ള നിയമപരമായ ഏറ്റവും കുറഞ്ഞ പ്രായം നമ്മൾ ഓൾറെഡി പഠിച്ചതായിരുന്നു. എത്ര വയസ്സാണ്? 23 വയസ്സാണ്. വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുന്നു, അതെല്ലാവരും പഠിച്ചു വെക്കണം. അടുത്ത ചോദ്യം, കേരളത്തിൽ വിദേശ മദ്യം വിൽപ്പന നടത്തുന്നതിനും വിദേശ മദ്യ ലൈസൻസ് 1 പ്രകാരം, അതായത് FL1 ലൈസൻസ് പ്രകാരം ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുണ്ട്? നല്ല ചോദ്യമാണ്, പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കി, കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ. എല്ലാവർക്കും അറിയാം കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ FL1 വരുന്നതാണ് അല്ലെ. FL1 വരുന്ന അവിടെ നിന്ന് മദ്യം മേടിക്കാം. അവിടെ നിന്ന് കുടിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ നിന്ന് ഒഴിച്ചു കുടിക്കാൻ പറ്റത്തില്ല. അവിടെ സീൽ ചെയ്തിരിക്കുന്ന ഒരു കുപ്പിക്കകത്താണ് എല്ലാവർക്കും മദ്യം കൊടുക്കുന്നത്. അതിന്റെ അടുത്തിരുന്ന് മദ്യം ഒഴിച്ചു കുടിക്കാൻ പറ്റുന്ന യാതൊരു സെറ്റപ്പും ചെയ്യാത്തതുകൊണ്ട് അത് FL1 ലൈസൻസിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ ഒന്നാമത്തത് ശരിയാണ്, കേരള സ്റ്റേറ്റ് ബിവറേജസ്. അടുത്തത്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ലിമിറ്റഡ്.
ശരിയാണ്. കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റ് ത്രിവേണി പോലുള്ള ഇതിന്റെ കീഴിലുള്ള മദ്യവിതരണമുണ്ട്. അടുത്ത കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. തെറ്റാണ്. ഇത് രണ്ടും ആൻസർ എ 1ഉം 2ഉമാണ്. ഇത് രണ്ടുമാണ്. കേരള സ്റ്റേറ്റ് ബിവറേജസും അതേപോലെ തന്നെ കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷനുമാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. മനസ്സിലായല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കോട്ട്പ ആക്ട് 2003 പ്രധാന ലക്ഷ്യങ്ങളിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? വീണ്ടും ഒരു പ്രസ്താവനയാണ്. കോട്ട്പ ആക്ട് 2003 ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഏത്? അതിനകത്ത് പറയുന്നത് ശരിയായിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിലേക്ക് പോകാം. വിദ്യാർത്ഥികളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക. ശരിയാണ്. വിദ്യാർത്ഥികളെ പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുക ശരിയായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. യുവജനങ്ങളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക ശരിയായിട്ടുള്ള പോയിന്റ് ആണ്. ഗർഭിണികളായ സ്ത്രീകളുടെയും ചെറിയ കുട്ടികളെയും പുകയിലയുടെ ദൂഷ്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക ശരിയായിട്ടുള്ളതാണ്. നേരിട്ടും അല്ലാതെയുമുള്ള എല്ലാ പുകയില ഉപയോഗങ്ങളെയും നിരുത്സാഹപ്പെടുത്തുക അതും ശരിയാണ്. അപ്പോൾ എളുപ്പമാണ്. വളരെ ഈസി ആയിട്ടൊരു ചോദ്യം. എല്ലാം ശരി എന്നുള്ള ഉത്തരത്തിലേക്ക് ചെല്ലും. ഓപ്ഷൻ ഉണ്ടല്ലോ. ഓപ്ഷൻ ഡി കിടക്കുന്നു. ഓപ്ഷൻ ഡി 1, 2, 3, 5, 4 എല്ലാം ശരിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാം ശരിയാണ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേട്ട് പഠിച്ചിട്ട് പോകുക. അടുത്ത നമുക്ക് നോക്കാം. കോട്ട്പ ആക്ട് 2003 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനയുടെ ശരിയായിട്ടുള്ളത് ഏത്? പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ മുന്നറിയിപ്പ് പരസ്യം ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ കൃത്യമായിട്ട് ആ പടം സഹിതം കാണിച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നോക്കിയേ, ഏതാണ്? ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിരിക്കണം. ശരിയാണ്. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം ഉപഭോക്താക്കൾക്ക് വ്യക്തമായി കാണുന്ന തരത്തിലായിരിക്കണം. അല്ലെ? കൃത്യമായിട്ട് കാണുന്ന തരത്തിലുള്ള പരസ്യം. ശരിയാണ്. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റ് രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം വായിക്കാൻ തക്ക വലുപ്പമുള്ളത് ആയിരിക്കണം. ശരിയാണ്. കാണുന്ന തരത്തിലുണ്ടായിരിക്കണം, വായിക്കാൻ കഴിയുന്ന തരത്തിലുമായിരിക്കണം. അടുത്ത് നോക്കിയേ, എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും ഉപഭോക്താക്കൾ കാണത്തക്ക വിധത്തിലുള്ള മുന്നറിയിപ്പ് പരസ്യം രേഖപ്പെടുത്തിയിരിക്കണം. സിമ്പിൾ ഒരു ചോദ്യം. എല്ലാം ശരിയാണെന്ന് ഇതിന്റെ ഓപ്ഷനകത്തിൽ എല്ലാം ശരിയാണെന്നുള്ള കാര്യം എഴുതി വെച്ചിരിക്കുക. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് തന്നെ നിങ്ങൾ കരുതുക. നല്ല എളുപ്പമാണ്. ഇതെല്ലാം ശരിയാണ് കേട്ടോ. ഇതെല്ലാം ശരിയാണ്. കാണുന്ന രീതിയിൽ പരസ്യം ഉണ്ടായിരിക്കണം. 85% പടം ഉണ്ടായിരിക്കണം. വായിക്കത്ത വിധത്തിലുള്ള കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കണം. ഇതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. എല്ലാ വർഷവും സിഗരറ്റിന്റെ പാക്കറ്റുകളിലുള്ള ലേബലുകളിൽ അല്ലെങ്കിൽ ചിത്രങ്ങൾക്ക് മറ്റുള്ള രാജ്യങ്ങളിലെ കൂട്ട് തന്നെ എന്തുണ്ടായിരിക്കണം? മാറ്റം ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഈ പറയുന്ന കോട്ട്പ ആക്ടിൽ പറയുന്നതാണ്. കോട്ട്പ ആക്ട് കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക. കോട്ട്പ ആക്ട് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്നാണ് നമുക്ക് മാർക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ഭാഗം കൂടെയാണ്. അടുത്ത നോക്കിയേ, വിമുക്തി മിഷൻ പദ്ധതിയുമായിട്ട് ഈ ഒരു ഭാഗം നമുക്കറിയാം. മദ്യത്തിനെതിരെയുള്ള പ്രചാരണം എന്ന് പറയുന്ന സിലബസിനകത്ത് കിടക്കുന്നതാണ്. മദ്യത്തിനെതിരെയുള്ള പ്രചാരണം. നോക്കിയേ, വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ശരിയായത് നോക്കാം. 2016 നവംബർ 20 വിമുക്തി പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്. ശരിയാണ്. 2016 നവംബർ 20 ആ ഡേറ്റ് നമുക്ക് ഓർത്തിരുന്നോളാം. വിമുക്തി മിഷൻ 2016 നവംബർ 20 മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. തിരുവനന്തപുരത്താണ്. വിമുക്തി പദ്ധതിയുടെ സംസ്ഥാനതല ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. വീണ്ടും ശരിയാണ്. ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഓർത്തില്ല, അവിടെ എക്സൈസ് മന്ത്രി എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചെറിയ കയറി നമ്മൾ പിടിക്കരുത്. അവിടെ ഉത്തരം മുഖ്യമന്ത്രിയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണവും വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ്. അതായത് മദ്യത്തിന് അല്ലെങ്കിൽ ലഹരിക്കെതിരെയുള്ള പ്രചരണം സോഷ്യൽ മീഡിയ വഴി നടത്തുവാനുള്ളത് കാര്യം അനുവദനീയമാണ്. നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം. ഓക്കെ, ശരിയായിട്ടുള്ള ഒരു മുദ്രാവാക്യം. നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം എന്നതാണ് ആരുടെ മുദ്രാവാക്യം? നമ്മുടെ വിമുക്തിയുടെ മുദ്രാവാക്യം. ഇത്രയും എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ദിവസങ്ങളിൽ ഏത് ദിവസമാണ് അബ്കാരി ആക്ട് പ്രകാരം ഡ്രൈ ഡേ ആയി വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്? വീണ്ടും ഡ്രൈ ഡേയുടെ ഒരു ചോദ്യമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ദുഃഖവെള്ളി ഡ്രൈ ഡേ ആണ്. ശ്രീകൃഷ്ണ ജയന്തി ആണോ? അല്ല. അംബേദ്കർ ജയന്തി അല്ല. സ്വാതന്ത്ര്യ ദിനം അല്ല. അപ്പോൾ ഏതാണ് ആൻസർ? ദുഃഖവെള്ളിയാണ് ശരിയായിട്ടുള്ള ഡ്രൈ ഡേ. ഓക്കെ ആണെന്ന് കരുതുന്നു. അടുത്തത് നമുക്ക് നോക്കാം. അപ്പോൾ താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പിൽ ഏത് ഉദ്യോഗസ്ഥൻ അതിനു മുകളിലുള്ളവർക്കുമാണ് കള്ളു ഷോപ്പുകളിൽ പരിശോധന നടത്തുവാൻ കഴിയുന്നത്? നമ്മൾ ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ വകുപ്പുകളും അവരുടെ സെക്ഷനുകളും പഠിച്ചത് ഓർമ്മയുണ്ടോ? അവിടെ നമ്മൾ കൃത്യമായിട്ട് സിവിൽ എക്സൈസ് ഓഫീസർ, എക്സൈസ് കമ്മീഷണർ, പ്രിവന്റീവ് എക്സൈസ് ഓഫീസർ എന്നിവർക്കെല്ലാം പറ്റുന്ന അനുവാദങ്ങളെ പറ്റി, അവർക്കുള്ള അധികാരങ്ങളെ പറ്റിയും പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടായിരിക്കും ക്ലാസ്സിലുള്ളവർക്ക്. അപ്പൊ നമുക്ക് നോക്കാം അതിന്റെ പ്രധാനപ്പെട്ട ആ ഉത്തരം
എക്സൈസ് പ്രിവന്റീവ് ഓഫീസറിന് മുകളിലാണ് കേട്ടോ. ആർക്കാണ്? എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ മുതൽ മുകളിലേക്കുള്ള ആൾക്കാർക്കാണ് കള്ളു ഷോപ്പുകളിൽ പരിശോധന നടത്തുവാൻ കഴിയുന്നത്. അപ്പോൾ എളുപ്പമായിട്ടുള്ള ഒരു പോയിന്റ് ആണത്. അപ്പോൾ ഓർത്തു വെച്ചിരിക്കുക. അടുത്ത പോയിന്റിലേക്ക് പോകാം. ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മൊളാസിസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം. ഒന്നും വേണ്ട, പരീക്ഷയ്ക്ക് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതിന്റെ ആൻസർ നീല എന്നതാണ്. നീല പൈപ്പിലൂടെയാണ് ഡിസ്റ്റിലറികളിൽ മൊളാസിസുകൾ എങ്ങോട്ട് കടത്തിവിടുന്നത്? ആ ഡിസ്റ്റിലേഷന് വേണ്ടി അതിനെ വീണ്ടും ഈ പറഞ്ഞ് നമുക്ക് മദ്യമാക്കി മാറ്റുവാൻ വേണ്ടി, ആൽക്കഹോളിലേക്ക് മാറ്റുവാൻ വേണ്ടി, കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കടത്തിവിടുന്ന പൈപ്പ് ഏത് നിറമാണ്? നീല നിറമാണെന്ന് ഓർത്തിരിക്കണം. പരീക്ഷ ചോദിച്ചിട്ടുള്ള ചോദ്യം കൂടിയാണത്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാലകൾ സ്ഥാപിക്കുന്നതിന് സ്കൂൾ കോളേജുകളിൽ നിന്നും വേണ്ട കുറഞ്ഞ ദൂരപരിധി 200 മീറ്റർ. എത്ര മീറ്റർ ആണ്? 200 മീറ്റർ ആണ് എന്ന കാര്യം ഓർത്തിരുന്നോളാം. കേരളത്തിൽ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാലകൾ സ്ഥാപിക്കുന്നതിന് സ്കൂൾ കോളേജുകളിൽ നിന്നും വേണ്ട കുറഞ്ഞ ദൂരപരിധി 200 മീറ്റർ. അടുത്ത നോക്കാം. താഴെ പറയുന്നവയിൽ നിയമം മൂലം കേരളത്തിൽ മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ഏത്? വീണ്ടും ഡ്രൈ ഡേയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. നിയമം മുഖേന, അതായത് ഡ്രൈ ഡേ പ്രകാരം ഡ്രൈ ഡേ ആയിട്ടുള്ള ദിനം ഏതാണെന്നാണ്. ഒക്ടോബർ 2 ശരിയാണ്, ഗാന്ധി ജയന്തിയാണ്. ജനുവരി 30 അല്ലെ, നിരോധിച്ചിട്ടില്ലാത്ത ദിവസമാണ് ചോദിച്ചേക്കുന്നത്. ജനുവരി 30 അല്ലെ, അതും ഗാന്ധിജിയുടെ മരണം നടന്ന ദിവസമാണ്, അതും അവധിയാണ്. ജൂൺ 26 ഓൾറെഡി പഠിച്ചു, അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ശരിയാണ്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം. അപ്പോൾ ഇതാണ് എന്തായിട്ട് വരുന്നത്? ശരിയായിട്ടുള്ള നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 15 എന്നതിലേക്ക് എത്തും. അപ്പോൾ കേരളത്തിൽ നിയമം മുഖേന മദ്യം നിരോധിച്ചിട്ടില്ലാത്ത ദിവസമാണ് ഏതെന്ന് പറയുന്നത്? ഓഗസ്റ്റ് 15. അപ്പോൾ മദ്യം നിരോധിച്ച ദിവസങ്ങൾ ഏതൊക്കെ അറിയാലോ? ഗാന്ധി ജയന്തിയും ഗാന്ധിയുടെ മരണവും, അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു ജയന്തി, ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയും, അതേപോലെ തന്നെ ദുഃഖവെള്ളി ഓർത്തല്ലോ, ജൂൺ 26 അന്താരാഷ്ട്ര ഏത് ദിനം? ലഹരി വിരുദ്ധ ദിനം. പോളിംഗ് അവസാനിക്കുന്നതിന്റെ 48 പോളിംഗ് തുടങ്ങി അതിന്റെ പോളിംഗ് അവസാനിക്കുന്ന 48 മണിക്കൂർ വരെ എന്താണ് നമുക്ക് ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കേണ്ടതാണ്. എല്ലാ ഇംഗ്ലീഷ് മാസത്തിലെ 1-ാം തീയതി എന്താണ്? ഡ്രൈ ഡേ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് പോവുക. അടുത്ത നമുക്ക് നോക്കാം. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്ന കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരം? ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. നമ്മൾ പഠിച്ച കോട്ട്പ ആക്ട് ആണ്. ഏതാണ്? ഓപ്ഷൻ സി 4 ആണ്. ഓപ്ഷൻ സി 4 എന്ന് പറയുന്ന വകുപ്പ് പ്രകാരമാണ് ഈ പറയുന്ന പൊതു ഇടങ്ങളിലെ പുകവലി നിരോധിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ചോദ്യം പഠിച്ചു വെച്ചിരിക്കണം. അടുത്ത, സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ കോട്ട്പ നമ്മൾ പഠിച്ചു. ഈ പറയുന്ന 100 യാർഡ് സ്കൂളിന്റെ അടുത്ത് അല്ലെങ്കിൽ വിദ്യാലയങ്ങളുടെ അടുത്ത് 100 യാർഡ് പരിസരത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും വിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന പിഴ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ആൻസർ 200 രൂപ. ഓപ്ഷൻ സി 200 രൂപ. ഏതാണ്? ഓപ്ഷൻ സി 200 രൂപ. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത ചോദ്യം നോക്കിയേ. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞു ഏതാണ്? ആർട്ടിക്കിൾ 47 ആണ്. നമ്മൾ ആ തുടക്കത്തിലെ പറഞ്ഞതാണ്. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടന പറഞ്ഞിരിക്കുന്നത് അല്ലേ? അത് ഏതാണ്? ആർട്ടിക്കിൾ 47. എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. അടുത്ത പോയിന്റ് നോക്കാം. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ആരാണ്? ചെയർമാൻ ആരാണെന്ന് നമ്മളിപ്പം പഠിച്ചിട്ടേ ഉള്ളൂ. മുഖ്യമന്ത്രിയാണ്. ആരാണ്? മുഖ്യമന്ത്രിയാണെന്ന് ഓർത്തിരുന്നോളാം. അപ്പോൾ വിമുക്തി മിഷൻ 2016 അതിന്റെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. ഗവേണിംഗ് ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. ഓക്കെ. അടുത്തത്, IT ആക്ട് 2000 പ്രകാരം സൈബർ ഭീകരവാദത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്ര രൂപയാണ്? അതിന് നിങ്ങൾ പഠിച്ചു. പോലീസിന് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. ജീവപര്യന്തമാണ് അവരുടെ തടവ് ശിക്ഷ. 66F ആണെന്ന് ഓർത്തിരിക്കുക. 66F സൈബർ ടെററിസം. ജീവപര്യന്തം തടവ്. പോലീസിന് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാനും കഴിയും. അബ്കാരി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ ചാരായം കൈവശം വെക്കാം? ചാരായം കൈവയ്ക്കാൻ പറ്റുമോ? ചാരായം നിരോധിച്ചതില്ല. അപ്പോൾ ഉത്തരം കേരളത്തിൽ ചാരായം കൈവശം വെക്കുന്നത് കുറ്റകരമാണ്. ഓപ്ഷൻ ഡി ഈ കിടക്കുന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ഒരാൾ തന്റെ സുഹൃത്തിന്റെ ജന്മദിനത്തിന് അംഗീകൃത മദ്യഷോപ്പിൽ നിന്നും ഒരു കുപ്പി മദ്യം വാങ്ങി സുഹൃത്തിന് സമ്മാനമായി നൽകി. അബ്കാരി നിയമപ്രകാരം താഴെ പറയുന്ന ശരിയായ പ്രസ്താവന. സർക്കാർ അംഗീകൃത മദ്യഷോപ്പിൽ നിന്നും മദ്യം വാങ്ങി സമ്മാനമായി നൽകുന്നത് കുറ്റകരമല്ല. ഏത് മദ്യവും സമ്മാനമായി നൽകാം.
മദ്യം സമ്മാനമായി നൽകുവാൻ പാടില്ല. മദ്യം സമ്മാനമായി നൽകിയ ആളുടെ പേരിൽ കേസ് എടുക്കും. എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇവയെല്ലാം ശരിയാണെന്ന് ഓർത്തിരിക്കുക. സർക്കാർ അംഗീകൃത മദ്യഷോപ്പിൽ നിന്നും മദ്യം വാങ്ങി സമ്മാനമായി നൽകുന്നത് സമ്മാനം. മദ്യം ഒരാൾക്കും എന്തായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല, സമ്മാനമായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇവയെല്ലാം എന്താണ് ശരിയായ പ്രസ്താവനയാണ്. കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസം മഹാത്മാഗാന്ധി ജയന്തി ദിനം ശരിയാണ്. ശ്രീനാരായണ ഗുരു ജയന്തി ദിനം ശരിയാണ്. ശ്രീനാരായണ ഗുരു സമാധി ദിനം ശരിയാണ്. മഹാത്മാഗാന്ധി ചരമദിനം, രക്തസാക്ഷി ദിനം എല്ലാം ശരിയാണെന്നുള്ള ഓപ്ഷനിലേക്ക് ഉത്തരം ചൊല്ലും. അടുത്ത നമുക്ക് നോക്കാം. വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിംഗിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ കാണാതെ പഠിച്ചിരിക്കുക. 14405 1445 1445 14405 എന്ന് പഠിച്ചു നോക്കുന്നതായിരിക്കും എളുപ്പം. അപ്പം 14 405 അല്ലെങ്കിൽ 14405 ടോൾ ഫ്രീ നമ്പർ. അടുത്ത പോയിന്റ് നോക്കിയേ. കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷനായ വിമുക്തി രൂപീകരിച്ചത് ഏത് വർഷം? വീണ്ടും ഈ ചോദ്യം ആവർത്തിക്കുന്നു. അത് എന്നാണ്? 2016. പഠിച്ചു വെച്ചിരിക്കുക. 2016 വിമുക്തി 2016. അടുത്ത് നോക്കാം. ഗേജിംഗ് എന്നത് ഡിസ്റ്റിലറികളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യവും കണക്കാക്കാൻ തെറ്റാണ്. വലിയ തെറ്റാണത്. അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഗേജിംഗ് എന്ന് പറയുന്നത് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ തെറ്റ്. ഡിസ്റ്റിലറികളിൽ നിർമ്മിക്കുന്ന സ്പിരിറ്റിന്റെ വീര്യം കണ്ടത് തെറ്റ്. എന്താണെന്നത് അടുത്ത് നോക്കിയേ. ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന പാത്രങ്ങളുടെ അളവ്, അതായത് മദ്യം വാറ്റിയെടുത്തതിന് ശേഷം, അതായത് മദ്യം നിർമ്മിച്ചതിന് ശേഷം ഇതെന്ത് ചെയ്യുന്നുണ്ട്? പ്രത്യേക വീപ്പകളിലേക്ക് മാറ്റുന്നുണ്ട്. ആ ഓരോ മദ്യവും സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന വീപ്പകളിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? ഗേജിംഗ് എന്ന പേരിൽ വിളിക്കുന്നത്. ഓർത്തിരിക്കും. അപ്പം ഗേജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറ്റിയെടുക്കുന്ന മദ്യം അതിനെ പാത്രങ്ങളിലേക്ക് മാറ്റുന്നുണ്ട്. ആ പാത്രങ്ങളിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? ഗേജിംഗ് എന്ന പേരിൽ വിളിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. NDPS നിയമപ്രകാരം മജിസ്ട്രേറ്റിന്റെയോ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെയോ സാന്നിധ്യത്തിൽ അല്ലാതെ മയക്കുമരുന്ന് കൈവശം സൂക്ഷിച്ചിരിക്കുന്ന ഒരാളുടെ ദേഹപരിശോധന നടത്തുകയാണെങ്കിൽ, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ NDPS ആക്ട് പ്രകാരം ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ദേഹം പരിശോധിക്കണമെങ്കിൽ ആരെ വിളിച്ചു വരുത്തണം? ഒരു മജിസ്ട്രേറ്റിനെയോ അല്ലെങ്കിൽ ആരെ വിളിച്ചു വരുത്തണം? നമ്മളെ ഗസറ്റഡ് ഓഫീസറെ വിളിച്ചു വരുത്തണം. നമ്മുടെ സിനിമ നമ്മൾ ആ കഥയൊക്കെ പഠിച്ചപ്പോഴേ, ലൈവ് ക്ലാസ്സിൽ നമ്മളത് പഠിച്ചപ്പോൾ ഓർമ്മയുണ്ടോ? അല്ലാതെ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് കഞ്ചാവുമായിട്ട് പിടിക്കുന്ന സമയത്ത് ഒരു ഗസറ്റഡ് ഓഫീസറിനെ വിളിക്കാൻ പറയത്തില്ലേ? SI നിവിൻ പോളി. അങ്ങനെ ഓടി വരുന്ന പോലെ തന്നെ അതേ കഥയാണിത്. ഇവിടെ എന്താണ്? മജിസ്ട്രേറ്റിന്റെ ഒരു ഈ പറയുന്ന ഗസറ്റഡ് ഓഫീസറിന്റെയോ സാന്നിധ്യത്തിൽ മാത്രമേ ദേഹപരിശോധന നടത്തുവാൻ കഴിയത്തുള്ളൂ എന്നുള്ളൊരു പോയിന്റ് അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ നോക്കുക. അങ്ങനെ ദേഹപരിശോധന നടത്തുകയാണെങ്കിൽ ആ ദേഹപരിശോധനയ്ക്ക് ശേഷം എത്ര മണിക്കൂറിനുള്ളിലാണ് അത് മേലുദ്യോഗസ്ഥനെ റിപ്പോർട്ട് ചെയ്യേണ്ടത്? മേലുദ്യോഗസ്ഥന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് എത്ര മണിക്കൂറിനുള്ളിലാണ്? കൃത്യം 72 മണിക്കൂർ. ഓപ്ഷൻ ബി 72 മണിക്കൂർ. 48 മണിക്കൂറല്ല, 72 മണിക്കൂറാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ പഠിച്ചു വെച്ചിരിക്കുക. 72 മണിക്കൂർ. ഓക്കെ ആണല്ലോ. അടുത്ത പോയിന്റിലേക്ക് പോകാം. കേരളത്തിൽ വിൽപ്പനയ്ക്ക് അനുവദനീയമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായ ജിൻ എന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിന്റെ വീര്യം എത്രയാണ്? വിദേശ മദ്യമാണ്. അപ്പോൾ വിദേശ നിർമ്മിത വിദേശ മദ്യവും ഒക്കെ ആണെങ്കിൽ എത്രയാണ്? 35 ആണ്. 35 അണ്ടർ പ്രൂഫ് ആണെന്ന് കാര്യം ഓർത്തിരിക്കുക. 35. അപ്പോൾ അടുത്തത് വിദേശം ആണ്. അതെങ്ങനെ വരത്തുള്ളൂ? കേരളത്തിലെ മറ്റു വിദേശ മദ്യ ലൈസൻസുകൾക്ക് വിദേശ മദ്യം മൊത്ത വിൽപ്പന, അതായത് FL1 FL3 ഒക്കെ മദ്യം എവിടെ പോയാണ് മേടിച്ചുകൊണ്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? FL9 ലൈസൻസിന്റെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത് എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി ഓൾറെഡി പഠിച്ചു. എന്താണ്? പുകയില ഉൽപ്പന്നമാണെങ്കിൽ അത് എത്രയാണ്? 18 വയസ്സ്. എത്രയാണ്? 18 വയസ്സ്. കോട്ട പ്രകാരം 18 വയസ്സുള്ള ആൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള അധികാരമുണ്ടെന്നുള്ള കാര്യം ഓൾറെഡി പഠിച്ചതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2000 വിവര സാങ്കേതിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ അവയവങ്ങളുടെ ചിത്രം മനഃപൂർവമോ ബോധപൂർവമോ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രദർശനം ചെയ്യുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ ഏത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. കാര്യം ഏതാണ്? 66 ആണ്. IT ആക്ടിലെ 66 ആണ് എന്ന് പറയുന്നത് ഓർമ്മിരിക്കുക. 66 എന്ന് പറയുന്ന സെക്ഷൻ അതിന്റെ ആണ്. 66 ഈ പറയുന്നത് അല്ലെ. നമ്മുടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഡ്രസ്സ് മാറുന്ന ഡ്രസ്സിംഗ് റൂമിലോ അല്ലെങ്കിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴോ നമ്മുടെ അനുവാദം കൂടാതെ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങൾ അല്ലെങ്കിൽ സ്വകാര്യ ദൃശ്യങ്ങൾ ഒരാൾ പകർത്തുകയാണെങ്കിൽ അതിനെതിരെ പറയുന്ന വകുപ്പാണ് 66 ഇങ്ങനെ പകർത്തുന്ന ഒരുത്തിന് കിട്ടുന്ന ശിക്ഷ 3 വർഷം വരെ തടവോ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആണെന്ന്
ഓർത്തിരിക്കുക. 3 വർഷം വരെ തടവോ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പിഴയോ, ഇവ രണ്ടും കൂടിയോ ഓർത്ത് വെച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ IT ആക്ട് പഠിക്കുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഈ 66ന്റെ മുഴുവൻ കാര്യങ്ങൾ പഠിച്ചിട്ട് പോകണം കേട്ടോ. 66 എളുപ്പമാണ്. A മുതൽ F വരെ പഠിക്കാൻ സിമ്പിൾ ആണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി ചൈൽഡ് പോണോഗ്രഫി പോലുള്ള കാര്യങ്ങളൂടെ പഠിച്ചിട്ട് പോവുക. പഠിച്ചിട്ടുണ്ട് എല്ലാവരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അല്ലെങ്കിൽ നമ്മുടെ ചാനൽ, യൂട്യൂബ് ചാനലിൽ നമ്മുടെ കടപ്പുണ്ട് IT ആക്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവുക. കൃത്യമായിട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പരീക്ഷാ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോകാൻ പറ്റുന്നവർ അത് കണ്ടിട്ട് പോവുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. അബ്കാരി നിയമപ്രകാരം 21 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തിക്ക് മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. ആലോചിച്ചേ, എത്ര വയസ്സാണ്? കേരള അബ്കാരി നിയമപ്രകാരം മദ്യം ഉപയോഗിക്കാനുള്ള പ്രായം എത്രയാണ്? 23 വയസ്സാണ്. അപ്പോൾ ഇത് തെറ്റല്ലേ? എത്രയാണ് പറഞ്ഞത്? 21 വയസ്സെന്നാ. 20 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. തെറ്റല്ലേ? 23 വയസ്സ്. 23 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. ശരിയാണ്. 23 വയസ്സ് തികഞ്ഞ ഒരുത്തന് മദ്യം ഉപയോഗിക്കാം. 18 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി. 23 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം? മദ്യം ഉപയോഗിക്കാൻ കഴിയും. അടുത്ത ENA പൂർണ്ണ രൂപം എന്ത്? ENA പൂർണ്ണ രൂപം എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്നാണ്. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ, ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ നേച്ചുറൽ എന്നൊക്കെ വരും, അത് നോക്കണ്ട. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ENA. അടുത്ത ചോദ്യം, NDPS നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിൽ കഞ്ചാവ് കൈവശം വെക്കുന്നതിന് ഒരു വ്യക്തിക്ക് 18 വയസ്സ് തികയണം. നിങ്ങൾ ഈ ചോദ്യം നോക്കിയേ. ഈ ചോദ്യം നോക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. എന്താണ്? ഇങ്ങനെയുള്ള ഒരു നിയമം ഉണ്ടോ? ഒരാൾക്കൂടെ കഞ്ചാവ് കൈവശം വെക്കാനുള്ള അനുവാദം ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നേരെ പോവുക. കേരളത്തിൽ കഞ്ചാവ് കൈവശം വെക്കുന്നത് കുറ്റകരമാണ്. കേരളത്തിൽ ആർക്കും കഞ്ചാവ് കൈവശം വെക്കാം. നോക്ക്, അപ്പൊ ഇതെല്ലാം വെക്കുന്നതിന് ഒരു വ്യക്തിക്ക് 21 വയസ്സായി. ഇപ്പൊ ഇത് ഇത്രയും തെറ്റാണ്. ഒരൊറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി. കേരളത്തിൽ കഞ്ചാവ് കൈവശം വെക്കുന്നത് കുറ്റകരമാണ്. ഒരുത്തന്റെ കയ്യിലും കഞ്ചാവ് കൈവശം വെക്കാനുള്ള അനുവാദം ഇല്ല. അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് തപ്പിപ്പോവുക. അപ്പോൾ ഇവിടെ കിടക്കുന്നു ഓപ്ഷൻ ഡി ആണ്. പെട്ടെന്ന് ഉത്തരം കിട്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യങ്ങളാണ്. നാളത്തെ പരീക്ഷയ്ക്ക് പോകുന്ന ആൾക്കാർക്ക് ഇതിനകത്തിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളൊക്കെ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ അതേപോലെ ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന പരീക്ഷയാണ് എക്സൈസിന്റെ ഡ്രൈവർ പരീക്ഷ. 25-ാം തീയതി നമ്മുടെ പരീക്ഷ നടക്കുകയാണ്. കൃത്യമായിട്ട് പഠിച്ചു പോവുക. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാരൊക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ള ആൾക്കാരൊക്കെ ഈ പറയുന്ന ചോദ്യങ്ങൾക്കൊക്കെ പരമാവധി ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു ഭാഗമായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.